2 ദിനവൃത്താന്തം അധ്യായം 31. ഇതൊക്കെയും തീർന്ന ശേഷം വന്നുകൂടിയിരുന്ന എല്ലാ ഇസ്രായേലും യഹൂദാ നഗരങ്ങളിലേക്ക് ചെന്ന് സ്തംഭവിഗ്രഹങ്ങളെ തകർത്ത് എല്ലാ യഹൂദായിലും ബെന്യാമീനിലും എഫ്രൈമിലും മനശ്ശെയിലുമുള്ള അശേരാ പ്രതിഷ്ഠകളെ വെട്ടി പൂജാഗിരികളെയും ബലിപീഠങ്ങളെയും ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാവരും ഓരോരുത്തൻ താൻ്റെ പട്ടണത്തിലേക്കും അവകാശത്തിലേക്കും മടങ്ങിപ്പോയി. അനന്തരം യെഹിസ്കീയാവ് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകളെ കൂറുകൂറായി ഓരോരുത്തനെ അവനവന്റെ ശുശ്രൂഷ പ്രകാരം പുരോഹിതന്മാരെയും ലേവ്യരെയും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാനും യഹോവയുടെ പാളയത്തിന്റെ വാതിലുകളിൽ ശുശ്രൂഷിപ്പാനും സ്തോത്രം ചെയ്തു വാഴ്ത്തുവാനും നിയമിച്ചു. രാജാവ് ഹോമയാഗങ്ങൾക്കായിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കാലത്തെയും വൈകുന്നേരത്തെയും ഹോമയാഗങ്ങൾക്കായിട്ടും ശബ്ബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലുമുള്ള ഹോമയാഗങ്ങൾക്കായിട്ടും തന്നെ സ്വന്തം വകയിൽ നിന്ന് ഒരു ഓഹരി നിശ്ചയിച്ചു. യെരൂശലേമിൽ പാർത്ത ജനത്തോട് അവൻ പുരോഹിതന്മാരും ലേവ്യരും യഹോവയുടെ ന്യായപ്രമാണത്തിൽ ഉറ്റിരിക്കേണ്ടതിന് അവരുടെ ഓഹരി കൊടുപ്പാൻ കൽപ്പിച്ചു. ഈ കൽപ്പന പ്രസിദ്ധമായ ഉടനെ ഇസ്രായേൽ മക്കൾ ധാന്യം, വീഞ്ഞ്, എണ്ണ, തേൻ, വയലിലെ എല്ലാ വിളവും എന്നിവയുടെ ആദ്യ ഫലം വളരെ കൊണ്ടുവന്നു. എല്ലാറ്റിൻ്റെയും ദശാംശവും അനവധി കൊണ്ടുവന്നു. യഹൂദാ നഗരങ്ങളിൽ പാർത്ത ഇസ്രായേല്യരും യഹൂദ്യരും കൂടെ കാളകളിലും ആടുകളിലും ദശാംശവും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിവേദിച്ചിരുന്ന നിവേദിത വസ്തുക്കളിൽ ദശാംശവും കൊണ്ടുവന്ന് കൂമ്പാരമായി കൂട്ടി. 3-ാം മാസത്തിൽ അവർ കൂമ്പാരം കൂട്ടി തുടങ്ങി. 7-ാം മാസത്തിൽ തീർത്തു. യെഹിസ്കീയാവും പ്രഭുക്കന്മാരും വന്ന് കൂമ്പാരങ്ങളെ കണ്ടപ്പോൾ അവർ യഹോവയെയും അവന്റെ ജനമായ ഇസ്രായേലിനെയും വാഴ്ത്തി. യെഹിസ്കീയാവ് കൂമ്പാരങ്ങളെക്കുറിച്ച് പുരോഹിതന്മാരോടും ലേവ്യരോടും ചോദിച്ചു. അതിന് സാദോക്കിന്റെ ഗൃഹത്തിൽ മഹാപുരോഹിതനായ അസര്യാവ് അവനോട്, ജനം ഈ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു തുടങ്ങിയതു മുതൽ ഞങ്ങൾ തിന്ന് തൃപ്തരായി വളരെ ശേഷിപ്പിച്ചുമിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ശേഷിച്ചതാകുന്നു ഈ വലിയ കൂമ്പാരം എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യെഹിസ്കീയാവ് യഹോവയുടെ ആലയത്തിൽ അറകൾ ഒരുക്കുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ഒരുക്കിയ ശേഷം വഴിപാടുകളും ദശാംശങ്ങളും നിവേദിത വസ്തുക്കളും വിശ്വസ്തയോടെ അകത്തു കൊണ്ടുവന്നു. ലേവ്യനായ കോനന്യാവ് അവയ്ക്ക് മേൽ വിചാരകനും അവന്റെ അനുജൻ ശിമയി രണ്ടാമനുമായിരുന്നു. യെഹിസ്കീയാ രാജാവിൻ്റെയും ദൈവാലയ പ്രമാണിയായ അസര്യാവിൻ്റെയും ആജ്ഞപ്രകാരം യെഹിയേൽ, അസസ്യാവ്, നഹത്ത്, അസാഹേൽ, യെരീമോത്ത്, യോസാബാദ്, എലിയേൽ, ഇസ്മഹ്യാവ്, മഹത്ത്, ബെനായാവ് എന്നിവർ കോനന്യാവിൻ്റെയും അവന്റെ അനുജൻ ശിമയിയുടെയും കീഴിൽ വിചാരകന്മാരായിരുന്നു. കിഴക്കേ വാതിൽ കാവൽക്കാരനായി ലേവ്യനായ ഇമ്നയുടെ മകനായ കോരെ യഹോവയുടെ വഴിപാടുകളെയും അതിവിശുദ്ധ വസ്തുക്കളെയും വിഭാഗിച്ചു കൊടുപ്പാൻ ദൈവത്തിനുള്ള ഔദാര്യ ദാനങ്ങൾക്ക് മേൽവിചാരകനായിരുന്നു. അവന്റെ കീഴിൽ തങ്ങളുടെ സഹോദരന്മാർക്കും വലിയവർക്കും ചെറിയവർക്കും കൂറുകൂറായി കൊടുപ്പാൻ ഏദൻ, മിന്യാമീൻ, യേശുവ, ശെമയ്യാവ്, അമര്യാവ്, ശെഹന്യാവ് എന്നിവർ പുരോഹിത നഗരങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. 3 വയസ്സു മുതൽ മേലോട്ട് വംശാവലിയിൽ ചാർത്തപ്പെട്ടിരുന്ന ആണുങ്ങളായി ഓരോ ദിവസത്തിന്റെ ആവശ്യം പോലെ കൂറുകൂറായി താങ്കളുടെ തവണയ്ക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ആലയത്തിൽ വരുന്നവരെയും പുരോഹിതന്മാരുടെ വംശാവലിയിൽ പിതൃഭവനമായി ചാർത്തപ്പെട്ടവരെയും 20 വയസ്സ് മുതൽ മേലോട്ട് കൂറുകൂറായി താങ്കളുടെ തവണ മുറയ്ക്ക് ചാർത്തപ്പെട്ട ലേവ്യരെയും ഒഴിച്ചിരുന്നു. സർവ്വസഭയിലും അവരുടെ എല്ലാ കുഞ്ഞുങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി വംശാവലിയിൽ ചാർത്തപ്പെട്ടവർക്കും കൂടെ ഓഹരി കൊടുക്കേണ്ടതായിരുന്നു. അവർ തങ്ങളുടെ ഉദ്യോഗങ്ങൾക്കൊത്തവണ്ണം തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു പോന്നു. പുരോഹിതന്മാരുടെ സകല പുരുഷ പ്രജയ്ക്കും ലേവ്യരിൽ വംശാവലിയായി ചാർത്തപ്പെട്ട എല്ലാവർക്കും ഓഹരി കൊടുക്കേണ്ടതിന് അവരുടെ പട്ടണങ്ങളുടെ പുൽപ്പുറ പ്രദേശങ്ങളിലെ അഹരോന്യരായ പുരോഹിതന്മാർക്കും
ഓരോ പട്ടണത്തിൽ പേർ വിവരം പറഞ്ഞിരുന്ന പുരുഷന്മാരുണ്ടായിരുന്നു. യെഹിസ്കിയാവ് യഹൂദായിലൊക്കെയും ഇവ്വണ്ണം ചെയ്തു. തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവുമായുള്ളത് പ്രവർത്തിച്ചു. അവൻ ദൈവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു.